ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ജനുവരിയിൽ തന്നിട്ടുള്ളത് 6000 റുപ്പീസ്. അതിവിടെ റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് ഇത് ടോട്ടലാണ്, ഈ പറഞ്ഞ ശ്യാമിനും ബിനുവിനും കിട്ടിയ എമൗണ്ടുകളുടെ ടോട്ടലാണ് തന്നിട്ടുള്ളത്. റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അതായത് ഈ 6000നെ 3:2 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇവർക്ക് രണ്ടുപേർക്കായിട്ട് കൊടുക്കണം. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ 6000ൻ്റെ 3 പോർഷനും 2 പോർഷനുമാണിത്. അപ്പോൾ ഇവിടെ 6000ൻ്റെ 3യും 2 പോർഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതാണ് ഇവിടെ ജനുവരിയിൽ കണ്ടുപിടിച്ചാണ്. 6000 ഇൻറ്റു 3:2 എന്ന് പറഞ്ഞാൽ 3 ഇനി ടോട്ടൽ എങ്ങനെയാണ് ഡിനോമിനേറ്ററിൽ വരിക, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് /5 കണ്ട. അപ്പോൾ 3/5 പോർഷൻ ശ്യാമിനും 2 പിന്നെ ഇത് കൂട്ടി കഴിഞ്ഞാൽ 5, അപ്പോൾ 2/5 പോർഷൻ അടുത്ത ആൾ ബിനുവിനും. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ 6000 ഇൻറ്റു 3/5, അപ്പോൾ 6000ൽ 5 1200 വരും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 3600 എന്ന് കിട്ടും. അതേപോലെ തന്നെ 6000 ഇൻറ്റു 2/5, 6000 ഇൻറ്റു 2/5 5 6000ൽ 1200 ടൈംസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 2400. അതാണ് ബിനുവിൻ്റെ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നോക്കിയേ, ഈ ടോട്ടൽ കിട്ടാനായിട്ട് ഇവരുടെ രണ്ട് പേരുടെയും കൂടി സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടും. 3600ഉം 2400 എമൗണ്ടുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 6000 കിട്ടും. ഇതുപോലെ തന്നെ ഫെബ്രുവരി 4400 തന്നിട്ടുണ്ട്, 6:5 തന്നിട്ടുണ്ട്, 2400 തന്നിട്ടുണ്ട്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഒന്ന്, ബിനുവിൻ്റെ പോർഷൻ 6:5 എന്ന് പറയുമ്പോൾ 5 ഇനി ഇതിവിടെ ടോട്ടൽ വരുന്നത് 11 ആണ്. അപ്പോൾ 5/11 എന്നാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ 4400ൻ്റെ 5/11, അപ്പോൾ 11 4400, 44ൽ 4 ടൈംസ് 2 സീറോസ് അവിടെ ഉണ്ട്. 4 × 5 20, ആ 2 സീറോസ് ഇട്ട് കൊടുത്തു, അപ്പോൾ 2000. ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫെബ്രുവരിയിൽ ടോട്ടൽ 4400 ഉണ്ട്, ശ്യാമിന് 2400 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4400ൽ നിന്ന് 2400 മൈനസ് ചെയ്താൽ 2000. ഇങ്ങനെയും കണ്ടുപിടിക്കാം ഫെബ്രുവരി. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി മാർച്ചിലത്തെ കേസിൽ ഇവിടുത്തെ 2 എമൗണ്ടുകൾ നമുക്ക് തന്നിട്ടില്ല. അതിന് പകരം നമുക്കിവിടെ തന്നിരിക്കുന്നത് ശ്യാമിന് എത്ര കിട്ടി, ബിനുവിന് എത്ര കിട്ടി. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? 3200ഉം 1600ഉം ടോട്ടൽ ചെയ്യുമ്പോൾ 4800. അപ്പോൾ ഇവിടെ കിട്ടും. പിന്നെ ഇനി ഇതെത്ര റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ റേഷ്യോ നമുക്കറിയില്ല. പകരം നമുക്ക് എന്തറിയാം? ഇവിടുത്തെ 3200 എന്നുള്ള എമൗണ്ട് നമുക്കറിയാം. അപ്പോൾ ഇവിടെ റേഷ്യോ എന്നുള്ളത് 3200:1600 ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എങ്ങനെ ചെയ്യുക? ഈ തന്നിട്ടുള്ള റേറ്റ് എഴുതുക. തന്നിട്ടുള്ള റേറ്റിനെ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും സിമ്പിൾ ഫോർമാറ്റിൽ കൊണ്ടുവരുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് റേഷ്യോയിൽ രണ്ട് ഭാഗത്തും ഈ ലെഫ്റ്റിലും റൈറ്റിലും, ഈസ്റ്റ് ടു ടെണ്ണിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3200ഉം 1600ഉം കിട്ടുന്നത്. അപ്പോൾ അത് ഏത് നമ്പറാണെന്ന് നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ കോമൺ ആയിട്ടുള്ളത് നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് സിമ്പിൾ വാല്യൂസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരണം. അതിലിപ്പോൾ അതേ നോക്കിയേ, 2 സീറോസ്, അതായത് 100 കൊണ്ട് 32 × 100 ഇവിടെയുണ്ട്, 16 × 100 ഇപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇവിടുത്തെ 2 100കളെ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഇവിടെ എന്തുണ്ട്? 32ഉം ഇപ്പുറത്ത് 16. ഇത് ഒറ്റയടിക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടെങ്കിൽ 16ൻ്റെ ഡബിളാണ് 32, അപ്പോൾ 2:1 എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തന്നെ 32:16 എന്ന് പറയുമ്പോൾ 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 16, ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 8. വീണ്ടും 16 ഉണ്ട് 8 ഉണ്ട് കോമൺ ആയിട്ട്. ഇവിടെ ആരാണോ കോമൺ അവർ വെച്ചിട്ടാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്തപ്പോൾ 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ പോവുക. അപ്പോൾ ഇവിടെ 8 കിട്ടി, ഇതിൻ്റെ ഹാഫ് 4. അപ്പോൾ ഇവിടെ കിട്ടുക 8:4 എന്നാണ്. ഇനി വീണ്ടും 2 വെച്ചിട്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ, ഇപ്പോൾ 4 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 8ൻ്റെ പകുതി 4, 4ൻ്റെ ഹാഫ് 2, അപ്പോൾ 4:2 എന്ന് കിട്ടി. എഗെയിൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം.
2 കോമൺ ആണ്, അപ്പോൾ 2:1. ഇനി ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിലാരും കോമൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാണ് കോമൺ എന്ന് പറയുന്നത് റേഷ്യോ എന്നുള്ളത് 2:1 ആണ്. അപ്പോൾ ഇത് കിട്ടിയോ മറിച്ച്? ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരെയും കൂടി വാല്യൂസ് ആഡ് ചെയ്തു കേട്ടോ. ഇത് രണ്ടും കൂടി വാല്യൂസ് ആഡ് ചെയ്ത് 4800 കിട്ടി. ഇനിയിപ്പോൾ വേണമെങ്കിൽ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 4800 ഇൻറ്റു 2 ഇവിടെ ടോട്ടൽ 3 അല്ലേ, 2/3. അപ്പോൾ എമൗണ്ട് 3200 കിട്ടും. 4800 ഇൻറ്റു 1/3 ചെയ്താൽ 1600 കിട്ടും. അങ്ങനെയും നമുക്ക് നോക്കാം. ആ മെത്തേഡാണ് അടുത്തത് ഈ പോർഷനിലൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. 11:10 ആണ് നമുക്ക് റേഷ്യോ തന്നിട്ടുള്ളത്. അത് നമുക്ക് ഗിവൺ ആണ്. 3300 തന്നിട്ടുണ്ട് ശ്യാമിന് കിട്ടിയത്. ഈ കേസിൽ ബിനുവിൻ്റെ എമൗണ്ട് അറിയില്ല, ടോട്ടൽ എമൗണ്ട് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ തന്നാൽ, ഇവിടെ ടോട്ടൽ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ടോട്ടൽ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 11:10 പോർഷൻ, അതായത് 11 ഇവർ രണ്ടുപേരും കൂടി കൂട്ടുമ്പോൾ എത്ര വരിക? 21. അത്രയും ഭാഗമല്ലേ ഇവിടെ തന്നിട്ടുള്ളത് ശ്യാമിൻ്റെ. അത് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് എടുക്കാൻ പോകുന്നത്. കണ്ടോ, ടോട്ടൽ എടുത്തിട്ട്, ടോട്ടൽ നമുക്ക് അറിയില്ല, അപ്പം ഞാൻ അതിനെ ടോട്ടൽ എന്ന് തന്നെ എഴുതി. നമ്മൾ ചെയ്യണത് എങ്ങനെയാണ്, നോർമലി ചെയ്യണത് എങ്ങനെയാണ്, ആ ഇക്വേഷൻ മുഴുവനായിട്ട് എഴുതി. ടോട്ടലിൻ്റെ 11/21, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 21 കിട്ടും. അപ്പോൾ 11/21 ആണ് ആര്? 3300. അതിനൊരു ഇക്വേഷൻ ഫോർമാറ്റിൽ ഞാൻ ചുമ്മാ അതങ്ങോട്ട് എഴുതി വെച്ചു. ഇത് ഈ 2-3 സ്റ്റെപ്പുകൾ അറിയണ ആൾക്ക് ഇത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആണ് വന്നേക്കണേ, അത്രേ ഉള്ളൂ. പക്ഷേ ഇക്വേഷനിൽ ജസ്റ്റ് അവിടെ അപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 11/21 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവാം. അപ്പോൾ എവിടെയാ? ഇവിടെ /21 അല്ലേ, അത് ഇൻറ്റു 21 ആവും. ഇവിടെ ഇൻറ്റു 11 എന്നുള്ളത് /11 ആവും. അതായത് ഇതിൻ്റെ റെസിപ്രോക്കലായിട്ടാണ് റൈറ്റിലേക്ക് ചാടുക. 11/21 എന്ന് പറഞ്ഞാൽ 21/11 ആയിട്ട് മാറും. അഗെയിൻ ക്യാൻസൽ ചെയ്യുക. 11 3300. അപ്പോൾ 33ൽ 3 ടൈം, അപ്പോൾ ഇവിടെ 300 കിട്ടും. അപ്പോൾ 3 × 21 63. ആ 2 സീറോസ് ഇട്ട് കൊടുത്തു. അപ്പോൾ 6300 എന്ന് കിട്ടി. ഇത് കിട്ടിയാ 6300. ഇനി ബിനുവിൻ്റെ കണ്ടുപിടിക്കാൻ 2 മെത്തേഡിൽ കൂടെ ചെയ്യാം. ഒന്നുകിൽ ഇവിടെ 10/21 അല്ലേ പോർഷൻ, അപ്പോൾ 6300 നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു. അതിൻ്റെ 10/21 ചെയ്യുക. അപ്പോൾ 21 63ൽ 3 ടൈംസ് ആണ് വരിക. അപ്പോൾ 300, 6300-ലാവുമ്പോൾ 300 ടൈംസ് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3000 വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചില്ലേ 6300, അതുപോലെ തന്നെ ഇവിടെ ശ്യാമിന് എത്ര കിട്ടി? 3300. അപ്പോൾ ഈ പറയുന്ന വാല്യൂവിൽ നിന്ന് ഈ പറയുന്ന വാല്യൂ മൈനസ് ചെയ്താൽ ആര് കിട്ടും? ബാലൻസ് ഉള്ള എമൗണ്ട് ബിനുവിനുള്ളതല്ലേ. അപ്പോൾ 6300-ൽ നിന്ന് 3300 മൈനസ് ചെയ്താൽ ബാലൻസ് ഉള്ള എമൗണ്ട് 300 ആണ്. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ബുദ്ധിമുട്ട് വരിക ടോട്ടൽ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ടോട്ടൽ അറിയാമെന്നുണ്ടെങ്കിൽ ശ്യാമിൻ്റെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ അതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. ടോട്ടൽ ഇൻറ്റു ആ പോർഷൻ എത്രയാണ്, അത് ഈക്വൽ ടു തന്നിട്ടുള്ള വാല്യൂ എടുത്ത് എഴുതുക. അതിനെ സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഇതിലാണ് ഡൗട്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ 3-4 പ്രാവശ്യം ചെയ്തു നോക്കുക. അപ്പോൾ അത് പിടികിട്ടും. ഇനി ഡൗട്ട് മാറിയില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ വീണ്ടും പറഞ്ഞുതരാം കേട്ടോ. ഇനി അടുത്തത് മെയ് മാസം 4800 തന്നിട്ടുണ്ട്. 5:3 റേഷ്യോ. ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കണം. അത് സെയിം തന്നെയാണ് ഇവിടെ ചെയ്തത് കണ്ട, ഫസ്റ്റത്തെ പോലെ. അപ്പോൾ 4800 ഇൻറ്റു 5/8. 4000 ഇവിടെ ചെയ്തേക്കണം. 4800 ഇൻറ്റു 5/8. 848-ൽ അപ്പോൾ 100 സീറോസൊക്കെ മാറ്റി നിർത്തി. 848-ൽ 6 ടൈം. അപ്പോൾ 6 ടൈം 5 30. ഇനി ഈ 2 സീറോസ് ഇവിടെ ചേർത്ത് എഴുതുക. അത്രയും ചെയ്താൽ മതി. സീറോസിനൊന്നും കൊണ്ടടക്കണ്ട കേട്ടോ. ഇനി 4800-നെ 3 ഇനി ഇവിടുത്തെ ടോട്ടൽ 8. അപ്പോൾ 4800 ഇൻറ്റു 3/8. അഗെയിൻ ഇവിടെ 600 കിട്ടും. അപ്പോൾ 600 ഇൻറ്റു 3 ആകുമ്പോൾ 1800. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. മെത്തേഡ് മനസ്സിലായ?